നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയുള്ള രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോ ഫേസ്ബുക്ക് പേജുകളിൽ പങ്കുവച്ചവർ അറസ്റ്റിൽ. സോഷ്യൽ മീഡിയയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ അപ്ലോഡ് ചെയ്ത 3 പേരാണ് അറസ്റ്റിലായത്. എറണാകുളം, ആലപ്പുഴ, തൃശൂർ സ്വദേശികളെയാണ് തൃശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. 200-ലേറെ സൈറ്റുകളിൽ വീഡിയോ ഷെയർ ചെയ്തതായി കണ്ടെത്തി. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, വിധി വന്നതിന് തൊട്ടു പിന്നാലെയുള്ള പൊടുന്നനെയുള്ള പ്രചാരമാണ് നമ്മൾ കണ്ടത്. അതിലിപ്പോൾ ആരൊക്കെയാണ് അറസ്റ്റിലായിരിക്കുന്നത്? ഈ നിയമ നടപടികൾ, അറസ്റ്റ് തുടരും? സുജയ, വ്യാപകമായ രീതിയിൽ അറസ്റ്റ് ഉണ്ടാകും. കാരണം രണ്ടാം പ്രതിയെ മാർട്ടിൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി അതിജീവിതയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഈ വീഡിയോ വ്യാപകമായി നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നതിന് ശേഷം സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതാണ് ഈ കേസിന് ആധാരം. അതിജീവിതയുടെ സഹോദരൻ നൽകിയ പരാതിയിലാണ്, DIG ഹരിശങ്കർ നൽകിയ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘമാണ്, ASPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പരിശോധനയിൽ നിരവധി ലിങ്കുകൾ, ഏതാണ്ട് 200-ലേറെ ഷെയർ കണ്ടെത്തിയിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. 200-ലേറെ പേർ ഇത് പങ്കുവച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കർശന നടപടിയിലേക്ക് പോകുന്നത്. അതിൽ നിലവിൽ 3 പേരെയാണ്. അവർ വാണിജ്യാടിസ്ഥാനത്തിൽ, അവർ പണം കൈപ്പറ്റിയാണ്, PR വർക്ക് എന്ന നിലയിലാണ് മാർട്ടിന്റെ നടിയാക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയുടെ ഈ പറഞ്ഞ ആരോപണങ്ങൾ അത് പങ്കുവച്ചത് എന്ന് കണ്ടെത്തി. അത് അതീവ ഗുരുതരമാണ്. നേരത്തെ തന്നെ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. ആ സംശയത്തിനിടയിലാണ് ഏറ്റവും സുപ്രധാനമായ നീക്കം ഇപ്പോൾ തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം നടത്തിയത്. 3 പേരെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ അറസ്റ്റ് ഏറെ വൈകാതെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ 27 ലിങ്കുകളായിരുന്നു അതിജീവിതയുടെ സഹോദരൻ പരാതിക്കൊപ്പം നൽകിയത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ലിങ്കുകൾ അത് പോലീസ് പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. സുജയ, റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ വീഡിയോ പങ്കുവച്ച 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്.